അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് UAE ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. നമ്മൾ ഇതിന് മുന്നേയും ഈ ഒരു വേക്കൻസിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ജോബിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയുമായി വീണ്ടും വന്നിരിക്കുകയാണ്. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെയാണ് UAE ടാക്സി ഡ്രൈവർമാരായിട്ട് ആവശ്യമുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. നിങ്ങളുടെ കയ്യിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ UAE ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ദിവസത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുകയും 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനും കഴിയുന്ന ഒരു വേക്കൻസിയാണിത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണുള്ളതെങ്കിൽ ഏകദേശം പ്രോസസ്സിംഗ് ടൈം 30 to 40 ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു. UAE ടാക്സി ഡ്രൈവർ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും UAE ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. UAE ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഏകദേശം 30 ദിവസം എന്തായാലും പ്രോസസ്സിംഗ് ടൈമായിട്ട് പിടിക്കുന്നതാണ്. 40,000-ൻ്റെയും 80,000-ൻ്റെയും ഇടയിലായിരിക്കും നിങ്ങൾക്കൊരു മാസം ഏൺ ചെയ്യാൻ കഴിയുക. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് 10, 70, 80,000, 90,000 രൂപ വരെയൊക്കെ ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയും. എങ്ങനെ പോയാലും മിനിമമാണ് ഞാൻ പറയുന്നത് 40 to 80 ഇടയിൽ നിങ്ങൾക്കൊരു മാസം ഏൺ ചെയ്യാൻ കഴിയും. ലൈസൻസ് കാര്യങ്ങളെല്ലാം കമ്പനി എടുത്തു തരും. വിസ കമ്പനി അടിക്കും, ലൈസൻസ് കമ്പനി എടുത്തു തരും. എന്നാൽ ലൈസൻസിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. അതായത് ലൈസൻസ് കമ്പനി എടുത്തു തരുന്നെങ്കിൽ പോലും അതിൻ്റെ എക്സ്പെൻസ് നമ്മുടെ സാലറി നിന്നായിരിക്കും കമ്പനി കട്ട് ചെയ്യുക. നിലവിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും അവിടെ വരുന്നില്ല. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഈ ലൈസൻസിൻ്റെ എക്സ്പെൻസ് കമ്പനി നിങ്ങളുടെ സാലറി പതിയെ ആയിരിക്കും ഈടാക്കുക. ലൈസൻസ് എടുക്കുന്നവരെ കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാക്സി ഡ്രൈവർമാർക്ക് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുക. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ റൂം നോക്കേണ്ടി വരും. കമ്പനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ റെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് 8 പേരടങ്ങുന്ന റൂമിൽ ബെഡ് സ്പേസിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേര് അടങ്ങുന്ന എക്സിക്യൂട്ടീവ് റൂമിൽ ബെഡ് സ്പേസ് ആണെങ്കിലും കമ്പനി അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അറേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസോ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടൊപ്പം റൂം ഷെയർ ചെയ്യാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നവും കമ്പനി ഭാഗത്തു നിന്നുണ്ടാവില്ല. നാട്ടിൽ നന്നായിട്ട് വാഹനം ഓടിക്കാൻ അറിയുന്നവർ മാത്രം പോയാൽ മതി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ അവിടെ ടെസ്റ്റ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ വാഹനം ഓടിക്കാത്തവൻ അവിടെ പോയിട്ട് വാഹനം ഓടിച്ച് ലൈസൻസ് എടുക്കാൻ പോകുന്നില്ല, റൂമിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ കുറേ വിമർശിക്കും. ഒരു കാര്യമില്ല, വണ്ടി ഓടിക്കുന്നവനാണെങ്കിൽ അറിയുന്നവനാണെങ്കിൽ അവിടെ പോയി ലൈസൻസ് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ലൈസൻസ് ഉണ്ട്, പക്ഷേ വണ്ടി അങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇന്ന് ഡ്രൈവർ ആവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ ഗൾഫ് രാജ്യത്ത് പോയിട്ട് ഈ ഡ്രൈവർ പോസ്റ്റിലേക്ക് വേണ്ടി അപേക്ഷിച്ച് അവിടെ പോയി വിസ അടിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ട് ലൈസൻസ് കിട്ടാതെ റൂമിൽ ഇരുന്നിട്ട് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ബാക്കിയുള്ളവരെ നെഞ്ചത്ത് തീർത്തിട്ട് കാര്യമില്ല. വണ്ടി ഓടിക്കാൻ അറിയുന്നവരാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ആദ്യത്തെ ചാൻസ് ഗോൾഡൻ ചാൻസ് ഉണ്ടാവും, അതിനുശേഷം സെക്കൻഡ് ചാൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നവരെ കമ്പനി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, വിസ അടിക്കും. നിങ്ങൾക്ക് ബേസിക് സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 500 ദിർഹം. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഗവൺമെൻറ് കമ്പനിയാണ്, സെമി ഗവൺമെൻറ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വിസ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന കാര്യത്തിലോ യാതൊരു തരത്തിലുള്ള ചൊറകളും കാര്യങ്ങളും ഉണ്ടാവില്ല, പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 40-42 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ 48 വയസ്സ് വരെ നമ്മൾ പരിഗണിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. മികച്ച അവസരമാണ്. മിനിമം നിങ്ങൾക്ക് 40,000 to 80,000 രൂപ വരെ ഏൺ ചെയ്യാൻ കഴിയുമെന്നത് യാതൊരു സംശയവുമില്ല.